ഡിയർ ഫ്രണ്ട്സ്, ഏറ്റവും വലിയ ലക്ഷ്യം നേടാൻ തനിച്ചിറങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് വർഷങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തലും പരിഹാസവും കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറക്കത്തിൽ പോലും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർത്ത് പിടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ആ മനസ്സിലെ കനൽ അങ്ങ് കത്തിത്തുടങ്ങും. നമ്മുടെ ലക്ഷ്യം നേടുവാനുള്ള ആഗ്രഹം അഗ്നി പോലെ മനസ്സിൽ എരിയുമ്പോൾ അത് കത്തിത്തീരുന്നത് ഒരു വലിയ വിജയത്തിലായിരിക്കും. കരയരുത്. നമ്മൾ ഏത് ലക്ഷ്യവും തേടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കാണുമ്പോൾ കണ്ണീർ കടലിനപ്പുറമുള്ള വിജയത്തിൻ്റെ ആ വലിയ കര, അവസരങ്ങളുടെ ആ വലിയ കര നമ്മളെ കാത്തിരിക്കുന്നു. പണിയെടുക്കുമ്പോൾ വിയർക്കാത്ത ആരെങ്കിലുമുണ്ടോ? അവിടെ വേദനിക്കാത്ത ആരെങ്കിലുമുണ്ടോ? ലക്ഷ്യമാകുന്ന കര തേടി കഠിനാധ്വാനമാകുന്ന തോണിയിൽ ആത്മവിശ്വാസത്തിൻ്റെ തുഴതുഴഞ്ഞാണ് നമ്മൾ എത്തുന്നത്. കാരണം ആ വിജയത്തിന് അല്പം മധുരം അധികമായിരിക്കും. കാരണം അതിൽ നമ്മുടെ അധ്വാനത്തിൻ്റെ വിയർപ്പ് കലർന്നിരിക്കും. കുറേ പരിഹസിച്ചിട്ടും അല്ലെങ്കിൽ കുറേ പരിശ്രമിച്ചിട്ടും നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മൾ ആ പരിശ്രമമായിരിക്കും വിചാരിക്കാത്ത ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്നത് ആ ലക്ഷ്യത്തിലേക്കായിരിക്കും. ലക്ഷ്യം നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ തന്ത്രം മാറ്റണം. ലക്ഷ്യമല്ല, അവസരങ്ങൾ തേടി നടന്നവരല്ല, അവസരങ്ങൾ സൃഷ്ടിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. കൂട്ടുകാരെ, മറ്റുള്ളവർ നിങ്ങളിലേക്ക് നേരെ എറിയുന്ന കല്ലുകൾ, അത് നിങ്ങൾ അവയെ നിങ്ങളുടെ നാഴികക്കല്ലാക്കി മാറ്റുക. തങ്ങളുടെ ഏറ്റവും മികച്ച അവസരത്തിനായി കാത്തിരിക്കുന്നവർ തൻ്റെ ജീവിതം മുഴുവൻ കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവനായിരിക്കും. ഒരിക്കലും നിനക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കരുത്. വലുതായി തന്നെ ചിന്തിക്കുക. ജീവിതം ചെറുതാണ്, അതുപോലെ നമ്മളുടെ സമയവും. നീ വീണു പോകുമെന്ന് പറയുന്നവരെയല്ല, നിന്റെ കൈപിടിക്കാമെന്ന് ധൈര്യം തന്നവരുടെ കൂടെ വേണം നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ നേട്ടത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസം. ആത്മവിശ്വാസമില്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല.